ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള ഐതിഹാസികമായ സംഘടനം ആരംഭിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവരുടെ ആരാധകർ രണ്ട് ചേരികളായി തിരിഞ്ഞ് സംഘടനം ആരംഭിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് പോലീസ് ഇടപെടേണ്ട സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലുള്ള ക്രമസമാധാന നില അപ്പാടെ തകരാൻ സാധ്യതയുണ്ട്. രണ്ട് ചേരികളായി തിരിഞ്ഞ് ആരാധകർ തമ്മിലുള്ള പോരാട്ടം ഇത് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് കടക്കാം. അവന്റെ മോഹൻലാലിനെ കൊണ്ട് വെക്കാൻ കണ്ട സ്ഥലം എന്റെ കടയിൽ തന്നെ. വേണ്ടാത്ത പണിയാ, അങ്ങനെ വന്നാ വെച്ചേക്കൂല. ഇടി വാങ്ങിക്കും. ആരെ? ഞാൻ അബൂട്ടിയെ വേണ്ട കരിപ്പാവും. കരി തേക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിലാദ്യം തേക്ക്. ഇത് കല. അത് കള. എടാ, ഇത് എന്റെ കടയുടെ ചുമര. ഞാൻ ഇഷ്ടമുള്ളവരെയും കണ്ട അവന്റെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കാനുള്ള സ്ഥലമല്ലത്. കളിക്കണം നമ്മുടെ അടുത്ത്. തോന്നിയാസം കാണിച്ച നീ ഈ പോസ്റ്റർ നീ കഴുകുവോ അതോ ഞാൻ തന്നെ കഴുകണം? അതിപ്പോ രണ്ടിനായാലും നീ വേറെ തന്തയ്ക്ക്. കൊച്ചിലെ മുതൽ കണ്ടു വളർന്ന മുഖ സ്വന്തം അണ്ണനെ പോലെ സഹിക്കൂല. എന്റെ മമ്മക്ക ഒന്ന് പറഞ്ഞു കൊടുക്ക് യവന്മാരോട്. കഴുകടാ. പെരട്ടാതെ പോടാ തള്ളെ കരി. ശരിക്കും തേക്കടാ. എന്നാ പിന്നെ നിനക്ക് തന്നെ വെച്ചൂടും. കഴുകടാ. കഴുകുവാടാ. കഴുകാണ്. സോറി അണ്ണ, പിള്ളേര് അറിവില്ലായ്മ കൊണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ദിലീപ് മോഹൻലാലിന് വേണ്ടിയും പൃഥ്വിരാജ് മമ്മൂട്ടിക്ക് വേണ്ടിയും നിലകൊണ്ട് രണ്ട് ചേരികളിലായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ അടി തുടങ്ങാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്ത് ഇവർ വ്യക്തമായി രണ്ട് ചേരികളായി, രണ്ട് ഗ്രൂപ്പുകളായി മാറി നിന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാറല്ല, CI സാറല്ല, IG വന്നാലും ഞങ്ങളുടെ പ്രവർത്തകരിൽ ഒരാളെ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായി? അപ്പഴേ ചേട്ടാ, പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതവൻ ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം ഒന്ന് പോടെ. പൗരുഷം കാണണേ ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്തമാരാണ്. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്, മോഹൻലാലോ വലുതെന്ന് പറയടാ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. മമ്മൂക്ക നടിച്ചാൽ കൈയടിക്കും ബച്ചനടെ ആക്ടിംഗ് മന്നനല്ലേ സാലേട്ടൻ. കുഞ്ഞച്ചനെ തൊട്ടവനോ മടങ്ങൂല. കോട്ടയത്തിന്റെ കണ്ണിലുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. ജീവപര്യന്റെ ശിക്ഷ കഴിഞ്ഞ് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ. കോട്ടയം തന്തയുടെ രോമാഞ്ചം കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ.
മരിച്ചവനോ മറക്കൂല. മഴയെത്തും മുൻപത്തെ മമ്മൂക്കായോ കോളേജിൽ പിള്ളേരുടെ സ്വന്തക്കാരൻ. തേന്മാവിൻ കൊമ്പത്തെ ലാലുചേട്ടൻ തേൻ പോലെ പാടുന്നൊരു പാട്ടുകാരൻ. ആരാണ്ടാം മമ്മൂക്കായെ ആഭാസം പറയുന്നത് ഓട്ടോയിൽ വിട്ടിപ്പോകൂല. മമ്മൂക്ക ലാലേട്ടൻ ടിച്ച ലാലണ്ണന്റെ പോസ്റ്ററുകൾ കീറാതെ സുന്ദരന മമ്മൂക്കായെ ചാണകത്തിൽ കുഴയ്ക്കാതെ. ലാലണ്ണൻ പലവട്ടം ഭരത് നേടി ഭരതത്തിൽ സംഗീതം നൊന്തു പാടി. പത്മശ്രീ മമ്മൂട്ടി എന്നു കേട്ടാൽ ഓസ്കാറും പേഷ്കാറും ഞെട്ടിപ്പോകും. ആരാണ്ടാ ലാലണ്ണനെ അപവാദം പറയുന്നത് അടിത്തന്നാൽ ആട്ടം കാണൂല. ലാലേട്ടൻ മമ്മൂക്ക തെമ്മാടി നീ പോടാ കൂത്താടി. മോഹൻലാൽ അടിച്ചാൽ വീഴുമട ഷാറുഖ് ഖാനും ഫൈറ്റിൽ മന്നനല്ല. മമ്മൂക്ക നടിച്ചാൽ കൈയടിക്കും ബച്ചനടെ ആക്ടിംഗ് മന്നനല്ലേ സാർ. ലാലേട്ടൻ മമ്മൂക്ക